Dear students, in this video we shall begin the second module. The first unit is all about biodiversity. In the ecosystem, the life of living things vary. ഓരോ എക്കോസിസ്റ്റത്തിലും ലിവിങ് തിങ്സിൻ്റെ ലൈഫ് വ്യത്യസ്തമാണ്. ഓരോ ജീവജാലത്തിൻ്റെയും അല്ലെങ്കിൽ ജീവനുള്ള ഓരോന്നിൻ്റെയും ജീവിത രീതി വ്യത്യസ്തമാണ്. So there is variation in the genetic species and ecosystem levels. These species boost productivity of the ecosystem where each species play its own role. നമ്മുടെ ഈ എക്കോസിസ്റ്റത്തിൻ്റെ ഡെവലപ്മെൻറ്റിലും എക്കോസിസ്റ്റം നിലനിർത്തുന്നതിലും ഓരോ സ്പീഷീസിനും അതിൻ്റേതായൊരു റോൾ പ്ലേ ചെയ്യാറുണ്ട്. നമ്മളതിൻ്റെ മീനിങ്ങും ഡെഫിനേഷനും ഒന്ന് നോക്കിയാൽ, biodiversity or biological diversity refers to the variety and variability among living organisms and ecological complexes in which they occur. It's connected with the study of all forms of life. Life forms include, ഇപ്പം എന്താ നമ്മൾ ബയോഡൈവേഴ്സിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ബയോഡൈവേഴ്സിറ്റി ഈസ് കണക്റ്റഡ് വിത്ത് ദി സ്റ്റഡി ഓഫ് ഓൾ ഫോംസ് ഓഫ് ലൈഫ്. എല്ലാ ഫോമിലുമുള്ള ജീവനെക്കുറിച്ചുള്ളൊരു പഠനം നമ്മൾ ബയോഡൈവേഴ്സിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ ലൈഫ് ഫോംസ് ഇൻക്ലൂഡ് യൂണിസെല്ലുലർ ഓർഗാനിസംസ് ലൈക്ക് ഫംഗി, ബാക്ടീരിയ ആൻഡ് പ്രോട്ടോസോവ. അപ്പം ഒറ്റ സെല്ലുള്ള ജീവജാലങ്ങൾ, അപ്പം ഒറ്റ സെല്ല് മാത്രമേ ഉള്ളൂ, യൂണിസെല്ലുലർ ഓർഗാനിസംസ്. ദെൻ അഗെയിൻ മൾട്ടി സെല്ലുലർ ഓർഗാനിസംസ് ലൈക്ക് ഫിഷ്, ബേർഡ്സ്, മാമൽസ് ആൻഡ് പ്ലാന്റ്സ്. ഇതെല്ലാം എന്താണ്? ലൈഫ്. ലൈഫിൽ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ജീവനുള്ളവയിൽ യൂണിസെല്ലുലറായിട്ടുള്ളതും മൾട്ടി സെല്ലുലറായിട്ടുള്ളതുമായ എല്ലാ ലിവിങ് ഓർഗാനിസംസിനെയും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ ബയോഡൈവേഴ്സിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദാറ്റ് പാർട്ട് ഓഫ് നേച്ചർ വിച്ച് ഇൻക്ലൂഡ്സ് the differences in genes among the individuals of a species, the variety and richness of all plants and animals in earth, and the types of ecosystem within a defined area. അപ്പം ബയോഡൈവേഴ്സിറ്റിയെക്കുറിച്ചൊരു ഡെഫിനേഷൻ ചോദിച്ചാൽ നമ്മൾ ഈ ഡെഫിനേഷൻ നോട്ട് ചെയ്യുക. ബയോഡൈവേഴ്സിറ്റി, ഡിഫൈൻ ബയോഡൈവേഴ്സിറ്റി. നെക്സ്റ്റ് ഈസ് ടൈപ്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. നമ്മൾ പ്രധാനപ്പെട്ട ടൈപ്സ് എന്തൊക്കെയാണ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓർ മേജർ ടൈപ്സ്. വൺ ഈസ് എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി. നമ്മൾ ബയോഡൈവേഴ്സിറ്റിയെ പല രീതിയിൽ തരംതിരിക്കുകയാണെങ്കിൽ, ആദ്യം വരുന്ന എക്കോസിസ്റ്റം, നമ്മുടെ ആവാസ വ്യവസ്ഥയിലുള്ള ഡൈവേഴ്സിറ്റിയാണ് എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി. എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി റിലേറ്റ്സ് ടു വെറൈറ്റി ഓഫ് ഹാബിറ്റാറ്റ്. നമ്മുടെ ആവാസ വ്യവസ്ഥ, ജീവനുള്ള ഓരോന്നിൻ്റെയും ആവാസ വ്യവസ്ഥയിൽ വന്നിരിക്കുന്ന ഒരു ഡൈവേഴ്സിറ്റി. So biotic communities and ecological processes in the biosphere. So ecosystem diversity relates to the variety of habitat, biotic communities and ecological processes in the biosphere. There exist different varieties of ecosystems. For example, ഇപ്പം ഓരോന്നെന്താണ്, പല വെറൈറ്റിയിൽപ്പെട്ട എക്കോസിസ്റ്റംസ് ഉണ്ട്. നമ്മളൊരു എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ, എ ലേക്ക് എക്കോസിസ്റ്റം ഈസ് ഡിഫറെൻറ്റ് ഫ്രം ആൻ ഓഷ്യൻ എക്കോസിസ്റ്റം. അപ്പം ആവാസ വ്യവസ്ഥ നമ്മൾ നോക്കുകയാണ്. ലേക്ക്, ഇപ്പോൾ ഒരു ചെറിയ തടാകത്തിലെ എക്കോസിസ്റ്റവും തടാകത്തിലെ ജീവനുള്ള വസ്തുക്കളുടെയും ജീവജാലങ്ങളുടെയും ഒരു ആവാസ വ്യവസ്ഥയും ഒരു വലിയ സമുദ്രത്തിലേക്ക് മാറുമ്പോൾ സമുദ്രത്തിലെ ആവാസ വ്യവസ്ഥയും എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ദെൻ സോ ദിസ് ഡൈവേഴ്സിറ്റി ഈസ് അസസ്ഡ് അറ്റ് ദി കോണ്ടിനെൻ്റൽ ഓർ ഗ്ലോബൽ ലെവൽ. നമ്മളെന്താ, ഈ ഡൈവേഴ്സിറ്റി നമുക്കതൊരു ഭൂഖണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ നമ്മൾ ഭൂമി മുഴുവൻ ഒന്നിച്ചായിട്ടോ വേണമെങ്കിൽ നമുക്കതിനെ തരംതിരിക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റിയാണ്. മേജർ ടൈപ്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റിയിൽ ആദ്യത്തെ ഒരു കാറ്റഗറിയിൽ നമ്മൾ എടുത്തിരിക്കുന്നത് എന്താണ്? എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി. രണ്ടാമത് വന്നിരിക്കുന്നതാണ് സ്പീഷീസ്. സോ ഓരോ സ്പീഷീസിൻ്റെയും അടിസ്ഥാനത്തിൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി. Species diversity refers to the number of different species found at a place or in an ecosystem. ഇപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്തോ അല്ലെങ്കിൽ ഒരു എക്കോസിസ്റ്റത്തിലോ കാണപ്പെടുന്ന വ്യത്യസ്തമായ സ്പീഷീസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ബയോഡൈവേഴ്സിറ്റിയെ തരംതിരിക്കുന്നു. അതാണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി. It also refers to studies to know as to how the
how these kinds of species vary from season to season at the same place or at different places. എന്താ, നമ്മൾ ഒരേ സ്ഥലത്ത് തന്നെ വ്യത്യസ്ത സീസണുകളിൽ പല വ്യത്യസ്തമായ ജീവജാലങ്ങളെ കണ്ടെത്താറുണ്ട്. ഈ മൈഗ്രേറ്ററി ബേർഡ്സ് ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. സ്പീഷീസ് ഡൈവേഴ്സിറ്റി. മൂന്നാമത്തെ എന്താ, ജനറ്റിക് ഡൈവേഴ്സിറ്റി. സോ ജീൻ ഈസ് ദി മോസ്റ്റ് ബേസിക് സ്ട്രക്ചർ ഓഫ് സ്പീഷീസ്. ജീനാണ് അടിസ്ഥാനപരമായ ബേസിക് സ്ട്രക്ചർ. ഇപ്പോൾ ഓരോ ജീവനുള്ള ഓരോന്നിൻ്റെയും ബേസിക് ക്യാരക്ടർ ഡിപ്പെൻഡ്സ് ഓൺ ദി ജീൻ. ജീനാണ് ജീവൻ്റെ അടിസ്ഥാനം. സോ ഇറ്റ് ഇൻഫ്ലുവൻസസ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓൾ സ്പീഷീസ്. എല്ലാ സ്പീഷീസിൻ്റെയും, എല്ലാ ലിവിങ് സ്പീഷീസിൻ്റെയും സ്വഭാവങ്ങളും ക്യാരക്ടറിസ്റ്റിക്സും ഫീച്ചേഴ്സും എല്ലാം ഡിപ്പെൻഡ്സ് ഓൺ ദി ജീൻ from which it originates. Within any given species there can be several varieties and races which differ from one another in certain characteristics. ഇനി എന്താ, ഒരേ സ്പീഷീസിൽ തന്നെ നമുക്ക് പല വിധത്തിലുള്ള പല വെറൈറ്റിയിൽപ്പെട്ട സ്പീഷീസിനെ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പട്ടികളെ നോക്കുകയാണെങ്കിൽ എന്താ, പല ജീൻസിൽപ്പെട്ട, പല ഇനത്തിൽപ്പെട്ട, പല നിറത്തിൽപ്പെട്ട, അതുപോലെ തന്നെ വലിപ്പം, ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം ഡിഫറെൻ്റ് ആണ്. ഇതെല്ലാം എന്താ, ഇതിൻ്റെ ബേസിക് ജീൻ ഒന്നാണ്, പക്ഷേ വ്യത്യസ്തമായ രീതിയിൽ അപ്പിയർ ചെയ്യുന്നു, വ്യത്യസ്ത സ്വഭാവ ഗുണങ്ങൾ കാണിക്കുന്നു. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ജനറ്റിക് ഡൈവേഴ്സിറ്റി. സോ ദി ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെയിം സ്പീഷീസ് ആർ ടേംഡ് ആസ് ജനറ്റിക് ഡൈവേഴ്സിറ്റി. എന്താണ്, ദി ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെയിം സ്പീഷീസ്. ഇപ്പം ഡോഗ് സെയിം സ്പീഷീസാണ്, പക്ഷെ അതിന് വ്യത്യസ്തമായ സ്വഭാവ ഗുണങ്ങൾ, ആകൃതി, പ്രകൃതി, ഇതെല്ലാം കൂടെ ഒന്ന് കഴിയുമ്പോൾ നമ്മൾ എന്തായിട്ട് അറിയപ്പെടുന്നത്, ദാറ്റ് ഈസ് ജനറ്റിക് ഡൈവേഴ്സിറ്റി. ദെൻ നമ്മളടുത്തതായിട്ട് ഇമ്പോർട്ടൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റിയുടെ പ്രാധാന്യം. ബയോഡൈവേഴ്സിറ്റി ബൂസ്റ്റ് എക്കോസിസ്റ്റം പ്രൊഡക്ടിവിറ്റി വെയർ ഈച്ച് സ്പീഷീസ്, നോ മാറ്റർ ഹൗ സ്മോൾ, ഓൾ ഹാവ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ടു പ്ലേ. എക്കോസിസ്റ്റത്തിൽ എല്ലാ സ്പീഷീസിനും അതിൻ്റേതായ ഒരു റോൾ പ്ലേ ചെയ്യാനുണ്ട്. നമ്മൾ ഈ ഭൂമി എന്ന് പറയുന്നത് മനുഷ്യന് വേണ്ടി മാത്രമുള്ളതല്ല. ഭൂമി എന്ന് പറയുന്നതിൻ്റെ അകത്ത് എന്താ, ചെറിയ പുഴുക്കൾക്കും കീടങ്ങൾക്കും എല്ലാം അതിൻ്റേതായ, ഉറുമ്പുകൾക്കും എല്ലാം അതിൻ്റേതായ ഒരു റോളുണ്ട്, അതിൻ്റേതായ ഒരു പ്ലേസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ബയോഡൈവേഴ്സിറ്റി ബൂസ്റ്റ് എക്കോസിസ്റ്റം പ്രൊഡക്ടിവിറ്റി വെയർ ഈച്ച് സ്പീഷീസ്, നോ മാറ്റർ ഹൗ സ്മോൾ, ഓൾ ഹാവ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ടു പ്ലേ. All forms of life or all varieties of biological species have some economic values. എല്ലാ ബയോളജിക്കൽ സ്പീഷീസിനും അതിൻ്റേതായ ഒരു എക്കണോമിക് വാല്യൂ ഉണ്ട്, അതിൻ്റേതായ ഇമ്പോർട്ടൻസും എക്കണോമിക് വാല്യൂവും ഉണ്ട്. ദി ഇമ്പോർട്ടൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി മേ ബി എക്സ്പ്രസ്ഡ് ഇൻ ഡിഫറെൻറ്റ് സെൻസസ്. നമുക്ക് ബയോഡൈവേഴ്സിറ്റിയുടെ പ്രാധാന്യത്തെ പല സെൻസിൽ എക്സ്പ്രസ് ചെയ്യാം. നമ്മൾ ആദ്യത്തെ എന്താ, കൺസംപ്റ്റീവ് വാല്യൂ ഓൺ ദി ബേസിസ് ഓഫ് കൺസംഷൻ. നമ്മൾ ആ കൺസംഷൻ്റെ അടിസ്ഥാനത്തിൽ സ്പീഷീസിനെ നമ്മൾ എന്താ, പല വിധത്തിൽ വേണമെങ്കിൽ നമുക്ക് തരംതിരിക്കാം. അതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ കൺസംഷൻ്റെ ബേസിസിൽ കൊടുക്കുന്നു. ദി കൺസംപ്റ്റീവ് യൂസ് വാല്യൂസ് ദി വാല്യൂ ഡെറൈവ്ഡ് വെൻ എ പ്രോഡക്റ്റ് ഈസ് കൺസ്യൂംഡ്. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഒരു വാല്യൂ ആണ് കൺസംപ്റ്റീവ് വാല്യൂ. സോ നമ്മളെന്താ, വെൻ ടിംബർ ഈസ് ടേക്കൺ ഫ്രം ഫോറസ്റ്റ് ഫോർ ഫയർവുഡ് or firewood is bought for consumption, it has consumptive use value. നമ്മൾ വനങ്ങളിൽ നിന്നും തടി കൊണ്ടുവന്ന് വിറകായിട്ട് ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിന് കൺസംപ്റ്റീവ് വാല്യൂ ഉണ്ടാകുന്നു. ഇനി നമ്മളത് സച്ച് എ വാല്യൂ ഈസ് ദി ഡയറക്റ്റ് വാല്യൂ ഓഫ് ദി പ്രോഡക്റ്റും. ഫയർവുഡ് എന്താ, നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ അതിൽ ഫയർവുഡ് തീ കത്തിച്ച് ആഹാരം പാകം ചെയ്ത് കഴിയുമ്പോൾ അതിനെന്താണ്, ഒരു നേരിട്ട് വാല്യൂ ഉണ്ടാകുന്നു, ഡയറക്റ്റ് വാല്യൂ ഓഫ് ദി പ്രോഡക്റ്റ്. സെക്കൻഡ്ലി പ്രൊഡക്റ്റീവ് വാല്യൂ. ഇപ്പം നമ്മളെന്താ, ഏതെങ്കിലും ഒരു വസ്തു മറ്റെന്തെങ്കിലും ഉൽപ്പാദിപ്പിക്കുമ്പോൾ, പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വാല്യൂ ആണ് പ്രൊഡക്റ്റീവ് വാല്യൂ. പ്രൊഡക്റ്റീവ് യൂസ് വാല്യൂ ഇസ് ദി വാല്യൂ ഡെറൈവ്ഡ് വെൻ ആൻ ആർട്ടിക്കിൾ ഈസ് കൺവേർട്ടഡ് ഇൻ ടു അനദർ ഫോം ടു ഹാവ് എ ഹയർ വാല്യൂ. ഇപ്പം നമ്മളൊരു വസ്തുവിനെ കൂടുതൽ വാല്യൂ ഉള്ള മറ്റൊരു വസ്തുവായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ലഭിക്കുന്ന വാല്യൂവിന് എന്താ, പ്രൊഡക്റ്റീവ് വാല്യൂ. വെൻ ടിംബർ ടേക്കൺ ഫ്രം ട്രീസ് ആർ കൺവേർട്ടഡ് ഇൻ ടു ഫർണിച്ചർ. ഇപ്പം മരങ്ങളിൽ നമ്മൾ ട്രീസിൽ നിന്ന്, മരങ്ങളിൽ നിന്ന് എടുക്കുന്ന തടി ഉപയോഗിച്ച് ഫർണിച്ചർ പണിത് കഴിയുമ്പോൾ ദി ഫർണിച്ചർ ഹാവ് ദെയർ ഓൺ വാല്യൂ. ഇപ്പം ഫർണിച്ചറിൻ്റെ വാല്യൂ തടിയുടെ വാല്യൂവിനേക്കാളും എൻ്റെ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഫർണിച്ചർ ഗോട്ട് ഹയർ വാല്യൂ വിച്ച് ഈസ് റെഫേർഡ് ടു ആസ് പ്രൊഡക്റ്റീവ് യൂസ് വാല്യൂ.
ദെൻ ദി തേർഡ് വൺ ഈസ് സോഷ്യൽ വാല്യൂ. സമൂഹത്തിന് പൊതുവായിട്ട് സൊസൈറ്റിക്ക് ലഭിക്കുന്ന ഒരു വാല്യൂ ആണ്. മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ. മനുഷ്യനെന്താ ഒരു സാമൂഹ്യ ജീവിയാണ്, സോഷ്യൽ ആനിമൽ ആണ്. ഹി ലീവ്സ് ടുഗദർ ഇൻ ഗ്രൂപ്പ്സ്. മനുഷ്യൻ ഒറ്റ തിരിഞ്ഞല്ല, ഒറ്റയാനായിട്ടല്ല ജീവിക്കുന്നത്. മനുഷ്യൻ ഗ്രൂപ്പുകളിൽ കളക്റ്റീവായിട്ടാണ് ജീവിക്കുന്നത്, സമൂഹമായിട്ട് ജീവിക്കുന്നു. എ കോമ്പിനേഷൻ ഓഫ് സച്ച് ഗ്രൂപ്പ് ഫോംസ് എ സൊസൈറ്റി. ഇങ്ങനെന്താ ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ ഒരു സൊസൈറ്റി ആയിട്ട് മാറുന്നു, ഒരു വലിയ സമൂഹമായിട്ട് മാറുന്നു. ഫോർ ലീഡിങ് എ ഹാപ്പി ലൈഫ് ദേ ക്യാരി ഓൺ വേരിയസ് ആക്ടിവിറ്റീസ് വിച്ച് ആർ അക്സെപ്റ്റബിൾ ടു സൊസൈറ്റീസ്. നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സമൂഹത്തിന് സംതൃപ്തി ഉണ്ടാകുന്ന, സമൂഹത്തിൽ സന്തോഷം പകർന്നു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസിലാണ് ഏർപ്പെടുന്നത്. സോ ദി ആക്ടിവിറ്റീസ് മേ ബി അഗ്രികൾച്ചർ, ഫിഷിംഗ്, കാറ്റിൽ ബ്രീഡിംഗ്, ഗാർഡനിങ് എക്സെട്ര. ഇപ്പം ഇതെല്ലാം എന്താണ്, ഒരു സമൂഹത്തിൽ മനുഷ്യൻ ചെയ്യുന്ന പല ആക്ടിവിറ്റീസാണ്. ഇതെല്ലാം ആ സമൂഹത്തിനും ഓരോ ഇൻഡിവിജ്വൽസിനും ഹാപ്പിനെസ് പ്രൊവൈഡ് ചെയ്യാം. ദെൻ ദി ഫോർത്ത് വൺ ഈസ് എത്തിക്കൽ വാല്യൂ. ദോ ദി പ്രസന്റ് സൊസൈറ്റി ഈസ് മണി ഓറിയൻറ്റഡ്. നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള സമൂഹം എന്താണ്, മണി ഓറിയൻറ്റഡ്. എല്ലാത്തിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണ്, പണമാണ്. പണത്തിന് വേണ്ടിയുള്ള ഒരു ലൈഫാണ്. സോഷ്യൽ സ്റ്റാറ്റസ് ഡിപ്പെൻഡ്സ് ഓൺ മണി. ഒരു വ്യക്തി സമ്പാദിച്ചു കൂട്ടുന്ന, അല്ലെങ്കിൽ അയാളുടെ ഒരു ഫിനാൻഷ്യൽ ബേസ് ആണ് ഒരാളെ സൊസൈറ്റിയിൽ അയാളുടെ സ്ഥാനം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ദി പ്രസന്റ് സൊസൈറ്റി ഈസ് മണി ഓറിയൻറ്റഡ്. സം പ്രൊപ്പോർഷൻ ഓഫ് ഇറ്റ് ഓണേഴ്സ് മോറൽ വാല്യൂസ്. എന്നിരുന്നാലും സമൂഹത്തിൻ്റെ ഒരു വിഭാഗം ഇപ്പോഴും മോറൽ വാല്യൂസിന് വില കൽപ്പിക്കുന്നുണ്ട്. മജോറിറ്റി മേ ബി ഗിവിങ് വാല്യൂ ഫോർ മണി, പണത്തിനായിരിക്കും. പക്ഷേ ഇപ്പോൾ ഒരു ചെറിയ വിഭാഗത്തിന്, ഈ ചെറിയ വിഭാഗത്തിൻ്റെ ആ ഒരു ചിന്താഗതി കൊണ്ടാണ് സമൂഹം ഇതേ രീതിയിൽ നിലനിൽപ്പ് പോകുന്നത്. ഫോർ ലീഡിങ് എ ഹാപ്പി ലൈഫ്. സോ moral justification for conversion of biodiversity is based on the belief that species have a moral right to exist. നമ്മളെന്താണ്, ഇപ്പോൾ ഓരോ സ്പീഷീസിനും, ജീവനുള്ള എല്ലാറ്റിനും ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഈ ഒരു അവകാശം അംഗീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? മോറൽ ജസ്റ്റിഫിക്കേഷൻ. അതുകൊണ്ടാണ് കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റിയെ സംരക്ഷിക്കാൻ, കൺസേർവ് ചെയ്യാൻ ഒരു മോറൽ ഓബ്ലിഗേഷൻ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ് ഇപ്പോഴും ബയോഡൈവേഴ്സിറ്റി നിലനിൽപ്പിന് ഈ ഭൂമിയിൽ കാരണമായിരിക്കുന്നത്. ഇപ്പം മജോറിറ്റിക്ക് ആ ഒരു ചിന്താഗതി ഇല്ലെങ്കിലും ഇതെന്തായി, കൺസേർവിങ് ദി ബയോഡൈവേഴ്സിറ്റി ഈസ് എ മോറൽ ഓബ്ലിഗേഷൻ. ഇതെന്താ, ഒരു ധാർമ്മികമായ കടമയാണ്. ഈ ഒരു വിശ്വാസം ഉള്ളത് കാരണം ഇപ്പോഴും ബയോഡൈവേഴ്സിറ്റിയും കുറേയേറെ ജീവജാലങ്ങളും ഒക്കെ നിലനിൽക്കുന്നത്. So moral justification for conservation of biodiversity is based on the belief that species have a moral right to exist independent of our need for them. മനുഷ്യന് സ്പീഷീസിനെ കുറിച്ചുള്ള ആവശ്യമല്ല, മനുഷ്യൻ്റെ ആവശ്യമല്ല, നിലനിൽപ്പിനുള്ള അവരുടെ ധാർമ്മികമായ അവകാശമാണ് ഭൂമിയിൽ ജീവജാലങ്ങളുടെ നിലനിൽപ്പിനെ സഹായിക്കേണ്ടത്. So human beings, the most intelligent species on earth, have a responsibility to allow those species to survive or live undisturbed. അപ്പം മനുഷ്യൻ്റെ ഒരു ധാർമ്മികമായ കടമയാണ് മറ്റ് ജീവജാലങ്ങൾക്ക് ഭൂമിയിൽ നിലനിൽപ്പുള്ള അവകാശം അംഗീകരിക്കുകയും അതിനാവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. So ethical values are deep rooted within human culture and society. So these ethical values are deep rooted. ആഴത്തിലിറങ്ങിയിരിക്കുന്ന വിശ്വാസങ്ങളാണ് നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ട്. ദെൻ എസ്തെറ്റിക് വാല്യൂ. ഇപ്പം നമ്മളെന്താ, ഇമ്പോർട്ടൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിയിലെ ഫിഫ്ത്ത് പോയിൻ്റാണ് എസ്തെറ്റിക് വാല്യൂ. നേച്ചർ ഹാസ് എൻ എസ്തെറ്റിക് വാല്യൂ ദാറ്റ് ക്യാൻ ബി എക്സ്പീരിയൻസ്ഡ് ബൈ ഹ്യൂമൻ ബീയിങ്സ് വെൻ ദേ ആർ ഇൻ നാച്ചുറൽ സറൗണ്ടിങ്സ്. ഇപ്പം പ്രകൃതിക്ക് എപ്പോഴും ഒരു എസ്തെറ്റിക് വാല്യൂ ഉണ്ട്. പ്രകൃതി മനുഷ്യനെ എല്ലായ്പ്പോഴും ഒരു പ്രത്യേക മാനസികാവസ്ഥയിലേക്ക് നയിച്ചിട്ടുണ്ട്. അപ്പം പ്രകൃതിയുടെ ആ ഒരു പ്രത്യേക ഒരു അന്തരീക്ഷം, അതാണ് പലപ്പോഴും മനുഷ്യൻ്റെ ഉള്ളിലെ സർഗവാസനകളെ ഉണർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത്. സോ വെൻ ഹ്യൂമൻ ബീയിങ്സ് ആർ ഗ്രോയിങ് അപ്പ് ഇൻ ഡീഗ്രേഡഡ് എൻവയോൺമെൻറ്റ്സ്, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ഇൻ ദം. അപ്പം നാശോന്മുഖമായ അല്ലെങ്കിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എൻവയോൺമെൻറ്റിലാണ് മനുഷ്യൻ ജീവിക്കുന്നതെങ്കിൽ അവൻ്റെ ഉള്ളിൽ നെഗറ്റീവ് ഫീലിങ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. അവൻ്റെ ആറ്റിറ്റ്യൂഡ് മുഴുവൻ നെഗറ്റീവായി മാറും. So according to a study of the impact of environment on human beings, it was found that
വർക്കിംഗ് ഇൻ ദി മിഡ്സ്റ്റ് ഓഫ് നേച്ചർ റിലീവ് വർക്കിംഗ് സ്ട്രെസ്. ഭൂമിയിലേക്ക് പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മൾ ജോലി ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആ സ്ട്രെസ് റിലീവ്ഡ് ആകുന്നു. അപ്പോൾ സ്ട്രെസ് റിലീവ് ചെയ്യാൻ മനുഷ്യനെ സഹായിക്കുന്നത് നേച്ചറാണ്. നേച്ചേഴ്സ് ബ്യൂട്ടി. Some of the different species living on earth are most beautiful and the uniqueness imparts aesthetic values. Birds like peacocks, butterflies, land animals like deer, stags, flowers like roses, etc. give aesthetic values. എന്താണ് ചില മൃഗങ്ങൾക്ക്, പക്ഷികൾക്ക്, ദെൻ ഫ്ലവേഴ്സിനെല്ലാം ഒരു എസ്തെറ്റിക് വാല്യൂ ഉണ്ട്. ഈ ഒരു വാല്യൂ എന്താ? മനുഷ്യനെ കംഫർട്ട് ചെയ്യുന്നു, മനുഷ്യനെ ശാന്തമായ ഒരു ജീവിതം നയിക്കാൻ പ്രാപ്തനാക്കുന്നു. ഇതാണ് എസ്തെറ്റിക് വാല്യൂ. നമ്മളെന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിയിൽ 5ാമത്തെ പോയിൻ്റായിട്ട് പഠിക്കുന്നതാണ്. ഇനി ഒരു ലാസ്റ്റ് പോയിൻ്റായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് ഓപ്ഷൻ വാല്യൂ. ഭാവിയിൽ ഇതിനെന്ത് വിലയുണ്ടാകാം? ഫ്യൂച്ചർ. സം സ്പീഷീസ് ഹാവ് ഗ്രേറ്റ് പൊട്ടൻഷ്യൽ ടു എക്സിബിറ്റ് ദെയർ യൂട്ടിലിറ്റി ഇൻ ഫ്യൂച്ചർ. പ്രകൃതിയിലെ ചില സ്പീഷീസിന് ഭാവിയിലേക്ക് വലിയ ഒരു വാല്യൂ ഉണ്ടാകാം. യൂട്ടിലിറ്റി, ഭാവിയിൽ വലിയ ഉപയോഗമുണ്ടാകാം. ഇറ്റ്സ് ബിക്കോസ് ദേ ആർ സുപ്പീരിയർ to many new existing species in different aspects such as nutritional value. Such utility value is called option value. The soybean has high nutrition value, whereas the parijat and tulasi have high medicinal values. സോയാബീന് നമ്മളൊരു ഫുഡ് ഐറ്റം എന്ന നിലയ്ക്ക് ന്യൂട്രീഷണൽ വാല്യൂ ഉണ്ട്. അതേസമയം ഫ്ലവേഴ്സായ പാരിജാത് ആൻഡ് തുളസി ഹാവ് ഹൈ മെഡിസിനൽ വാല്യൂ. എന്താ അതിന് മെഡിസിനൽ വാല്യൂ ഉള്ളത്? ഇതെല്ലാം എന്താണ്? ഓപ്ഷൻ വാല്യൂവിൽപ്പെടുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യ ആസ് എ മെഗാ ഡൈവേഴ്സിറ്റി നേഷൻ. നമ്മൾ ലോകത്തിലെ ലോകരാജ്യങ്ങളെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ബയോഡൈവേഴ്സിറ്റിയുടെ കാര്യത്തിൽ ഇന്ത്യ വളരെ റിച്ചാണ്. ബയോഡൈവേഴ്സിറ്റിയുടെ ഒരു വലിയ റിസർവറാണ്, കലവറയാണ്. ഇറ്റ്സ് എ മെഗാ ഡൈവേഴ്സിറ്റി നേഷൻ in case of biodiversity. India is known for its rich heritage of biological diversity, having already documented over 91,000 species of animals. ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഡോക്യുമെൻറ്റഡ് ആണ്. ഏകദേശം 91,000 species of animals and 45,500 species of plants in its 10 biogeographic regions. Nearly 6,500 native plants are still used prominently in indigenous healthcare systems. നമ്മൾ മെഡിസിനൽ പ്ലാന്റ്സ് വളരെ വ്യാപകമായിട്ട് ഇന്ത്യയിൽ മാത്രം കാണപ്പെടുന്ന ഇൻഡിജിനസ് പ്ലാന്റ്സ് ഉണ്ട്. അത് മെഡിസിനൽ ഫീൽഡിൽ ഇൻഡിജിനസ് ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ thousands of locally adapted crop varieties grow traditionally in this region since ancient times. ചരിത്രാതീത കാലം തൊട്ട് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നതിൽ പ്രത്യേക ഇനങ്ങളിൽപ്പെട്ട വെറൈറ്റികളിൽപ്പെട്ട ക്രോപ്സ് ഉണ്ട്. Nearly 140 native breeds of farm livestock continue to thrive in its diversified farming system. The country is recognized as one of the 8 Pavilion centers of origin and diversity of crop plants. It has more than 300 wild ancestors and close relatives of cultivated plants still growing and evolving under natural conditions. ഇപ്പം പ്രകൃതിദത്തമായിട്ട് ഉള്ള ചില വെറൈറ്റിയിൽപ്പെട്ട ക്രോപ്സ് ഇപ്പോഴും പ്രിസർവ് ചെയ്യുകയും കൃഷി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വയനാട്ടിലൊക്കെ ഏകദേശം 60-ലധികം വെറൈറ്റിയിൽപ്പെട്ട നെൽവിത്തുകൾ, നെല്ലിനങ്ങൾ കൾട്ടിവേറ്റ് ചെയ്യുന്നു, സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എന്താ, അവർ വ്യാപകമായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നതല്ല, പക്ഷേ അവരെ സൂക്ഷിക്കുന്ന ആളുകളുണ്ട്, അതിൻ്റെ ആ വിത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആളുകളുണ്ട്. Then India has a very rich diversity of wild plants and animals. It's one of the 12 mega biodiversity countries of the world. ഇപ്പം നമ്മളൊരു 12 മെഗാ ബയോഡൈവേഴ്സിറ്റി കൺട്രീസിനെ ലോകത്തിലെടുത്തു കഴിഞ്ഞാൽ അതിൽ ഒന്ന് ഇന്ത്യയാണ്. വിത്ത് ഓൺലി 2.4% ഓഫ് ദി ലാൻഡ് ഏരിയ ഓഫ് ദി വേൾഡ്. നമ്മൾ ഇന്ത്യയുടെ ലാൻഡ് ഏരിയ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിൻ്റെ ലാൻഡ് ഏരിയയിൽ ഏകദേശം 2.4% ഇന്ത്യയിൽ വരുന്നുള്ളൂ. അപ്പോൾ ഇന്ത്യ ലാൻഡ് ഏരിയ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ വലിയ രാജ്യമല്ല. പോപ്പുലേഷൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ റിച്ചാണ്, പക്ഷേ ലാൻഡ് ഏരിയയുടെ കാര്യത്തിൽ ഒരു ചെറിയ രാജ്യം പോലെയാണ്. 2.4% വരുന്നുള്ളൂ നമ്മുടെ ലാൻഡ് ഹോൾഡിംഗ്. സോ ഇറ്റ് അക്കൗണ്ട് ഫോർ 7.8% ഓഫ് ദി റെക്കോർഡഡ് സ്പീഷീസ് ഓഫ് ദി വേൾഡ്. പക്ഷേ ഈ 2.4% വെച്ച് നമ്മളെന്താ റെക്കോർഡ് ചെയ്തിരിക്കുന്ന വേൾഡ് സ്പീഷീസിൽ 7.8% ഇന്ത്യയിലാണ്. Both plants and animal species are under threat of extinction.
ഇന്ത്യയിൽ ഇപ്പോഴും എന്താ പ്ലാന്റും ആനിമൽസും ഒക്കെ ഇപ്പോഴെന്താ വംശനാശ ഭീഷണി നേരിടുന്നു. എക്സ്റ്റിങ്ഷൻ, നാശോന്മുഖമാണ്. Then it primarily due to modification, degradation and loss of their habitats caused by various developmental projects like urban housing complex, railroad and other communication network. ഇപ്പോൾ ഇന്ത്യയിൽ എന്താണ്, ഇന്ത്യയിൽ നമ്മുടെ പല സ്പീഷീസും ഓൾറെഡി വംശനാശ ഭീഷണി നേരിടുന്നു. പലതും ഓൾറെഡി നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. ഇതെല്ലാം ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റി കൊണ്ടാണ്. ടൗൺഷിപ്പുകൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നു, ഡാംസ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നു, റെയിൽവേ പ്രോജക്റ്റുകൾ, വലിയ ഹൗസിംഗ് കോംപ്ലക്സുകൾ, ഇൻഡസ്ട്രിയൽ ഏരിയാസൊക്കെ, ഇതൊക്കെ എന്താണ് നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയെ നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ്. ദ നെക്സ്റ്റ് ഈസ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ്. Biodiversity hotspots are areas on earth which are most threatened places from the viewpoint of their preservation. വംശനാശ ഭീഷണി നേരിടുന്ന നാശോന്മുഖമായിട്ടുള്ള സ്പീഷീസ് ഉള്ള ഏരിയയാണ്. വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങൾ നിലനിൽക്കുന്ന ഒരു പ്ലേസിന് നമ്മളെന്താ പറയുന്നത്, ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ പ്രിസർവേഷൻ വളരെ അത്യാവശ്യമാണ്. അതിനാവശ്യമായ പ്രിസർവേഷൻ മെത്തേഡ്സ് എടുത്തില്ല എങ്കിൽ ഈ സ്പീഷീസ് ഇല്ലാതാകും. Initially, these are under constant threat of habitat destruction, species extinction and loss of vegetation. Over the years, the vegetation in these hotspots are reduced considerably. In some areas, it is as low as 10% of their original yield. ഇപ്പം ഇതിൻ്റെ ഒറിജിനൽ ഈൽഡിൻ്റെ 10% താഴ്ന്നു കഴിഞ്ഞു. ദാറ്റ് മീൻസ് ഇറ്റ് ഫേസിങ് ദി ത്രെട്ട് ഓഫ് എക്സ്റ്റിങ്ഷൻ. പ്രധാനപ്പെട്ട ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് ഇൻ ഇന്ത്യയിൽ ഏതൊക്കെയാണെന്ന് നോക്കുക. ഒന്ന് ഇൻഡോ ബർമ ഹോട്ട്സ്പോട്ടാണ്. ഇപ്പോൾ ഇൻഡോ ബർമ ഹോട്ട്സ്പോട്ട്സ് കവേഴ്സ് ഏഷ്യൻ കോണ്ടിനെന്റ് വിച്ച് ലൈസ് ഈസ്റ്റ് ടു ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. അപ്പോൾ അത് ഒന്നാമത്തെ ഇൻഡോ ബർമ ഹോട്ട്സ്പോട്ട്. ദെൻ വെസ്റ്റേൺ ഗാർഡ്സ് ആൻഡ് ശ്രീലങ്ക ഹോട്ട്സ്പോട്ട്. ഇതൊക്കെ നിങ്ങൾ ആ നോട്ടിൽ ഒന്ന് നോക്കിയാൽ മതി. നമ്മളുടെ ഒരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിന് വലിയ പ്രാധാന്യമില്ല. ഇവിടെ ആ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടിൻ്റെ മീനിങ് അത് 3 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ചോദിക്കാവുന്നതാണ്. ദെൻ ഇനി ഹോട്ട്സ്പോട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദിസ് ഹോട്ട്സ്പോട്ട്സ് ആർ ആസ് ഫോളോസ്. അപ്പം ഫീച്ചേഴ്സ് വേണമെങ്കിൽ നമുക്ക് വാട്ട് ആർ ദി സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ്. ഒന്ന് ക്ലൈമാറ്റിക് വേരിയേഷൻ. ഈ ഹോട്ട്സ്പോട്ട്സ് എന്താണ്, എൻഡേഞ്ചേർഡ് സ്പീഷീസ് നിലനിൽക്കുന്ന ഏരിയയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ, ഒന്ന് ക്ലൈമാറ്റിക് വേരിയേഷൻ, കാലാവസ്ഥാ വ്യതിയാനം. അത് വെസ്റ്റേൺ ഗാർഡ്സ് മൗണ്ടൻസ് അതുപോലെ തന്നെ ഇപ്പം ഹിമാലയൻ ഏരിയയിലൊക്കെ ആണെങ്കിലും തുടർച്ചയായിട്ട് വരുന്ന കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകൾ ഡെവലപ്പ് ചെയ്യാറുണ്ട്. ദെൻ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് വെജിറ്റേഷൻ. ഇപ്പം ആ വെജിറ്റേഷനിൽ വന്നിരിക്കുന്ന വ്യതിയാനങ്ങളുണ്ടാകാം. ഒന്ന് സാലിൻ ഫീച്ചേഴ്സ് ഹോട്ട്സ്പോട്ട്സ്, ഒന്ന് ക്ലൈമാറ്റിക് വേരിയേഷൻസ് ആണ്. ദെൻ സെക്കൻഡ് വൺ ഇസ് വെജിറ്റേഷൻ. ദെൻ the dominant vegetations found in the region of these hotspots are deciduous forest, grassland, mountain forest, tropical rain forest, scrub forest in dry areas. ഇതിൽ ഹോട്ട്സ്പോട്ടിൽ കാണപ്പെടുന്ന വൈവിധ്യമാണ്, വെജിറ്റേഷൻ്റെ വൈവിധ്യമാണ്. തന്നെ ഈ പ്രത്യേക ഏരിയയിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ ഹോട്ട്സ്പോട്ടുകളിൽ കാണപ്പെടുന്ന എൻഡേഞ്ചേർഡ് ആനിമൽസ് എന്തൊക്കെയാണ്? ടൈഗേഴ്സ്, എലിഫൻസ്, ദി എൻഡേഞ്ചേർഡ് ലയൺ ടൈൽഡ് ഇത് കുരങ്ങുകളാണ്. ഒരു സിംഹവാലൻ കുരങ്ങുകൾ, മക്കാക്കു എന്നാണ്, മക്കാക്കു ഒരു സിംഹവാലൻ കുരങ്ങുകൾ നമ്മുടെ സൈലന്റ് വാലി, കേരളത്തിലെ സൈലന്റ് വാലിയിൽ കാണപ്പെടുന്നതാണ്. ഒരു എൻഡേഞ്ചേർഡ് ആണ്, വംശനാശ ഭീഷണി നേരിടുന്നു. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ത്രെറ്റ്സ് ടു ബയോഡൈവേഴ്സിറ്റി പ്രധാനപ്പെട്ട ത്രെറ്റ്സ് എന്തൊക്കെയാണ്? വാട്ട് യു മീൻ ബൈ ത്രെറ്റ്സ് ടു ബയോഡൈവേഴ്സിറ്റി ആണ്. Threats to biodiversity refer to the threats to all living organisms due to uncontrolled human activities that bring biodiversity in danger. മനുഷ്യൻ്റെ കൺട്രോൾ ഇല്ലാത്ത പ്രവർത്തനങ്ങൾ കാരണം ബയോഡൈവേഴ്സിറ്റിയെ ഡേഞ്ചറിലാക്കുന്നു, അപകടത്തിലാക്കുന്നു. ഇതാണ് നമ്മൾ ത്രെറ്റ്സ് ടു ബയോഡൈവേഴ്സിറ്റി മീൻ ചെയ്യുന്നത്. Due to the threats to biodiversity, the species are being eliminated, habitat is on bad condition, and the ecosystems are destructed. The main dangers are human activities and loss of habitats. Then deforestation, desertification, marine environment, increasing wildlife trade and climatic change. The threat to biodiversity was not crept in recently. ഇത് അടുത്ത കാലത്തുണ്ടായ ഒരു പ്രതിഭാസമല്ല. It has initiated much early in the 20th century.
ഇപ്പോൾ 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ വളരെ പതുക്കെ ഉണ്ടായ ഒരു ഭീഷണിയാണ്, വംശനാശ ഭീഷണിയാണിത്. അപ്പം നമ്മളെന്താണ് ത്രെറ്റ്സ് ടു ബയോഡൈവേഴ്സിറ്റി, നമ്മൾ ഈ ഒരു ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബയോഡൈവേഴ്സിറ്റി ത്രെറ്റ്സ് എന്തൊക്കെയാണ്, ബയോഡൈവേഴ്സിറ്റിയുടെ ത്രെറ്റ് എന്തൊക്കെയാണ്, പ്രധാനപ്പെട്ട ആ മീനിങ് നമ്മൾ ഓർത്തിരിക്കുക. അപ്പം ഈ ഒരു ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക്സ് ഫോർ അറ്റൻഡിങ് ദിസ് വീഡിയോ.